മച്ചന്മാരെ കുറ്റത്തെ വിഷയം വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഗൈസ് മച്ചന്മാരെ ഇന്നത്തെ വീഡിയോ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ അടിപൊളിയായിട്ടുള്ളൊരു താജ്മഹൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ വീട്ടിലോട്ട് കിടക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ അത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഹലോ മച്ചന്മാരെ, ഇന്നത്തെ വീഡിയോക്ക് നല്ലൊരു പ്രത്യേകത ഉണ്ട്. ഓക്കെ, അതായത് നമ്മളിപ്പോഴും ഫിഷിംഗ് വീഡിയോസൊക്കെയാണ് നമ്മുടെ ചാനൽ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുവാണെങ്കിൽ അതായത് നമ്മുടെ ചേച്ചിയുടെ കല്യാണം കാര്യങ്ങളൊക്കെ വരികയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ചെക്കൻ്റെ വീട് കാണാൻ വേണ്ടി പോകണം. ഓക്കെ, അതായത് നമ്മുടെ അളിയൻ്റെ വീട് കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ പോകുന്ന സ്പോട്ട് നോക്കുകയാണെങ്കിൽ പന്തളമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പന്തള സൈഡിലാണ് ഏറ്റവും കൂടുതൽ ഫിഷിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പന്തളത്ത് പോകുന്നതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ചെറിയൊരു ഫിഷിങ്ങും കൂടെ അങ്ങ് നടത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു വട്ടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ നമുക്ക് അളിയൻ്റെ വീടും കാണാം, അളിയനെ ഒന്ന് കാണാം. അതുപോലെ തന്നെ നമുക്ക് പന്തള സൈഡായതുകൊണ്ട് അവിടെ എവിടെയെങ്കിലുമൊക്കെ പുഞ്ചയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒന്ന് കാസ്റ്റ് കൂടെ ചെയ്ത് നോക്കാം. അപ്പോൾ മീൻ കിട്ടുമല്ലോ നമുക്ക് നോക്കാം. അത് മാത്രമല്ല, അപ്പോൾ നമ്മളിന്ന് പന്തളത്ത് പോകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ താജ്മഹൽ എന്ന് പറഞ്ഞ സംഭവം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അത് നമ്മുടെ പത്തനംതിട്ട ജില്ലക്കാർക്കൊക്കെ അറിയാവുന്നതായിരിക്കും. അപ്പം എന്തായാലും നമ്മൾ അവിടെയും കൂടെ ഒന്ന് കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മൾ അളിയൻ്റെ വീട്ടിൽ പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ താജ്മഹലിൽ കയറുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസിന് നല്ല രീതിക്ക് ലെന്ത് കൂടും. അതുകൊണ്ട് തന്നെ നമ്മളിത് രണ്ട് പാർട്ടായിട്ടായിരിക്കും നമ്മൾ ഇടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ രണ്ടായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ ഈ ഒരു വീഡിയോ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരെ താജ്മഹലാണ് മെയിനായിട്ട് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വീഡിയോ ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിന് നമ്മൾ നേരെ അളിയൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്. അവിടെ നമ്മൾ കാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും വെച്ചാൽ ഇതിൻ്റെ മുന്നേ തന്നെ നമ്മൾ കുറേ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോയിലൊക്കെ നോക്കുവാണെങ്കിലും നല്ല ഡിഫറൻറ്റ് കാണും. കാരണം വെച്ചാൽ അത് ആ വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് നിങ്ങൾക്ക് ഒരു വ്യത്യാസം നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാൻ പറ്റും. അപ്പം ആ ഒരു വീഡിയോ ഉള്ള കാഴ്ചകളൊന്നും അല്ലായിരിക്കും നമ്മൾ ഇപ്പുറത്തെ വീഡിയോ കാണുന്നത്. ഓക്കെ, അതുകൊണ്ട് നല്ല രീതിക്ക് വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ആയിരിക്കും ആദ്യം അപ്ലോഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകും. അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും വെച്ചാൽ ഇപ്പോഴത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സ്വന്തം പത്തനംതിട്ടയിലെ താജ്മഹൽ കാണാൻ വേണ്ടി പോവാണ്. അതിൻ്റെ തൊട്ടടുത്ത പാർട്ടായിട്ട് നമ്മൾ നേരെ പന്തളത്തൊക്കെ പോയിട്ട് നമ്മൾ അളിയൻ്റെ വീടും ഫിഷിങ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ നമുക്ക് താജ്മഹലിലോട്ട് പോയേക്കാം ഗൈസ്. അങ്ങനെ കേസ് നമ്മൾ നേരെ ഇടത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മളെ വണ്ടി ഇവിടെ ഒതുക്കിയിട്ടേ കേട്ടോ. അപ്പം അവരൊക്കെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ചേട്ടൻ നിൽപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാക്കി കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പം കേസ് അങ്ങനെ നമ്മൾ നേരെ വന്നേക്കുന്ന പത്തനംതിട്ട നമ്മുടെ താജ്മഹലിൽ വന്നേക്കാണ്. ഓക്കെ, അപ്പം ഞാനുണ്ട്, വൈഫുണ്ട്, പിന്നെ നമ്മുടെ അപ്പച്ചിയൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ എന്തായാലും ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ വെച്ചൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇവിടെ വരാൻ കാരണം നമ്മളിപ്പോഴും ഫിഷിംഗ് വീഡിയോസൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു വ്ളോഗിൻ്റെ രീതിയിലാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് കാരണം വെച്ചാൽ ഇതിനകത്ത് മീനുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ആ ഒരു മീനെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നല്ല രീതിയിൽ താജ്മഹലൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഗൈസ്. ഇതിന് കേസ് നമ്മുടെ എൻട്രി. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നാണ് കയറി പോകുന്നത്. അപ്പോൾ ടിക്കറ്റിൻ്റെ ടൈം ആയില്ല, 2 മണിയൊക്കെ ആവും. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ അകത്തോട്ട് കയറുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ വൈഫും കുഞ്ഞൊക്കെ ഉണ്ട്. വരുന്നുണ്ടെന്ന് പറഞ്ഞോടാ, അറിയത്തില്ല. ഇത് ഓപ്പൺ ആകുന്നതിന് മുന്നേ തന്നെ ചെറുക്കൻ ചാടി കയറാൻ വേണ്ടി നിൽക്കും കേട്ടോ. മീസ് ഇവിടെ വന്നൊരു പയ്യനായിട്ട് അവൻ കമ്പനിയായി തോന്നുന്നു കേട്ടോ. അവൻ അതിൻ്റെ അകത്ത് കയറിയെല്ലാം കണ്ടു കേട്ടോ. അപ്പോൾ നമ്മളെ ടിക്കറ്റ് എടുത്ത് നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. അപ്പം ക്യൂ ആയി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ടിക്കറ്റ്. ഇനി നമ്മൾ നേരെ അകത്തോട്ട് കയറാൻ വേണ്ടി പോവാണേ. ഗൈസ്, ഇതാണ് നമ്മുടെ പത്തനംതിട്ടയിലെ താജ്മഹൽ. അപ്പോൾ ഗൈസ് ഇവിടെ വെള്ളമൊക്കെ ഇപ്പോൾ കളയും കേട്ടോ. അവരിപ്പോൾ ഓണാക്കുന്നേ ഉള്ളൂ. നമ്മൾ കയറിയോണ്ട് ഇപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് കാണാം വെള്ളമൊക്കെ ഇങ്ങനെ കിളന്ന് വരുന്ന ആ ഒരു രീതിയിൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, രണ്ട് ഗൈസ് കാർത്തി
കണ്ടൊക്കെ ഇപ്പോഴാണ് വെള്ളമൊക്കെ അവർ ഓപ്പൺ ആക്കിയത്. അപ്പം വെള്ളമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. കാർത്തി എങ്ങനെയുണ്ട്? വെള്ളമൊക്കെ ഉള്ളതാണ്, നൈസായിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് കുറേ കാഴ്ചയൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കണ്ടുകൊണ്ട് വരാം. അപ്പം അവരൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. അപ്പം ഈ സൈഡിലാണ് നമ്മുടെ മെയിൻ സാധനം കിടക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഫിഷൊക്കെയാണ്. അപ്പം ചേട്ടനും നമ്മുടെ മോനും കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഫിഷിനെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഫുള്ള് മോനോട് മീൻ പിടുത്തം തുടങ്ങിയിട്ട് അവനറിയാലോ ഗീസ്, മീനെ കണ്ട് ഞാൻ വിടത്തുന്നില്ല, പിടിക്കാനുള്ള ത്വര കാണിക്കും. വെള്ളത്തിൽ കൈയിട്ട് എൻ്റെ പൊന്നോ, കിഡിലാൻ കാഴ്ചട്ടോ, കിഡിലാൻ കാഴ്ച. നല്ല നിറച്ചും പുള്ളിനകത്ത് നിറച്ചും മീനടോ. ഭയങ്കര അല്ല എന്തൊന്നുമില്ല, എനിക്കൊന്ന് അരയടിയാണ്ടൊക്കെ ഉള്ളൂ കാഴ്ചയൊക്കെ. ഇഷ്ടം പോലെ ഉണ്ട്, വരും കൂട്ടത്തോടെ വരുന്നുണ്ടോ. എല്ലാം പോയി. കൈ എല്ലാം പിടിച്ചു നോക്കണ്ട. അപ്പൊ എന്തായാലും നൈസായിട്ടുണ്ട്, നല്ല രീതിക്ക് മീൻ കയറി കടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മീനിന്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പൊ ഗൈസ് ഇതിന്റെ ഉള്ളിൽ എന്തായിരിക്കും അറിയോ ഏടി ഗൈസ്, ഫുള്ള് മാങ്കോ കേട്ടോ. ഓക്കെ, ഈ ഒരു മാങ്ങയ്ക്ക് 120 രൂപ, ഇവിടുത്തെ മാങ്ങയ്ക്ക് 160 രൂപ. പിന്നെ നമുക്ക് എൻ്റെ വിലയൊക്കെ നോക്കിട്ടോ ഗൈസ്, പല പല വെറൈറ്റി ഉള്ള മാങ്ങ കേട്ടോ. 160 രൂപ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇത് മേടിക്കാനൊക്കെ പറ്റും കേട്ടോ ഗൈസ്, ഇവിടുന്നൊക്കെ മേടിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മൾ കണ്ടതും കാണാത്തതായിട്ടുള്ള പല വെറൈറ്റി മാംഗോയൊക്കെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഏറ്റവും റേറ്റ് കൂടിയ മാംഗോ ഏതാ നമുക്ക് നോക്കാം കേട്ടോ. ഇതൊക്കെ 100 രൂപ. ഏറ്റവും വില കൂടിയത് നമുക്ക് നോക്കാം. നാട്ടി, ഇതിൻ്റെ ഒരു നാട്ടിന്നാണോ? ഇതാണ് പഴനി മൂവാണ്ടൻ മാങ്ങ കേട്ടോ. ഓക്കെ, 100 രൂപ വിലയുള്ളൂ. അടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ 140 ഉണ്ട്. ഓക്കെ, അടുത്ത നീലം എന്ന് പറയുന്നൊരു ടൈപ്പ് മാങ്ങയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, മാംഗോ. അപ്പം ഇതാണ് കേസ് ഏറ്റവും വില കൂടിയത്. ഓക്കെ, 240 രൂപ. എൻ്റെ മോനെ ഗൈസ്, അപ്പം എന്തായാലും ഇതാണ് വില കൂടിയ സാധനം കേട്ടോ. അപ്പം എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ഫുള്ള് മാംഗോയുടെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട് ഇവിടെ. ഇനി നമുക്ക് നേരെ അടുത്ത ഏരിയയിലോട്ട് കയറുവാണേ. ഗൈസ്, ഇത് നമുക്കൊന്ന് അടക്കേണ്ടതുണ്ട്, കാരണം അല്ല ഗൈസ് നോക്കിയ ഗൈസ്, ഇവിടെ കോഴിയാണ് ഗൈസ്. ഓക്കെ, കിളികളും കോഴികളൊക്കെ ഉണ്ട്. എല്ലാത്തിനും നല്ല രീതിക്ക് കാണിച്ചു തരാം. അപ്പം നമ്മുടെ വൈഫ് ഇവിടെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞു ചേട്ടൻ്റെ കൂടെ പോയി നോക്കിയ ഗൈസ്, ഇവിടെ ബേഡ്സ് ഒക്കെ ഇരിപ്പുണ്ട്. ബാവു ഗൈസ് നോക്കി, ഫുള്ള് ലവ് ബേഴ്സ് ആണ് ഈ ഒരു കമ്പലായിട്ട് ഇരിക്കുന്നത്. തൊട്ട് താഴെ നോക്കുന്ന ഒരു പ്രാവ് ഇരിപ്പുണ്ട്, അതുപോലെ തന്നെ ഒരു കിളി ഇരിപ്പുണ്ട്. ആ കോഴിയൊക്കെ ഉണ്ട് ഗൈസ്, നല്ല ചിമുട്ടം വിലയുള്ള കോഴിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നോക്കി ബേഡ്സ്, പ്രാവ്, കോക്കട്ടയിൽ ഇരിപ്പുണ്ട്.
ഗൈസ് ഇതൊരു ഫിഞ്ചസ് ഇരിപ്പുണ്ട് കേട്ടോ. ഫിഞ്ചസ് ഒക്കെ പറഞ്ഞു പോയി. തൊട്ടുത്താഴ് പ്രാവച്ചിരിപ്പുണ്ട്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ 2 പ്രാവിലും തീറ്റ ചെയ്തിട്ടുണ്ടാവും. ഒരു പ്രാവിനെ പിടിക്കാനുള്ള ശ്രമത്തില്ല. ചക്കൻ പറന്നുപോയി. ഇവിടെ പ്രാവൊക്കെ ഇരിക്കുകയാണ്. വീരൻ സ്കിഡിലെ സാധനം കിടപ്പുണ്ട്. ഇതിനകത്ത് പാമ്പ് കിടപ്പുണ്ട് കേട്ടോ. ഓ നമ്മുടെ ആഫ്രിക്കൻ തത്ത കിടപ്പുണ്ട്. ഓക്കെ ചേട്ടൻ അതിനെ എടുക്കാൻ വേണ്ടി അതിനെ വിളിക്കുവാണ്. ഇറങ്ങുന്നത് അതിനെ വിളിച്ചിറക്കുവാണേ. ഫോട്ടോ എടുക്കുന്നതിനൊക്കെ 50 അല്ലേ? കഴിഞ്ഞ വട്ടം എത്ര ആയിരുന്നു? 100. വേറെ തന്നെ തനങ്ങാതെ കിടപ്പുണ്ട് കേട്ടോ. നമ്മൾ നേരെ അടുത്ത സ്ഥലത്തോട്ട് ഇറങ്ങാം കേട്ടോ. ഇവിടെ ഫുള്ള് ഫർണിച്ചറൊക്കെയാണ്. അലമാരയുണ്ട്, ബെഡുണ്ട്, മെത്തയുണ്ട്, അതുപോലെ അലമാരീസ് ഉണ്ട്. അങ്ങനെ എല്ലാ സംഭവവും ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ ഫോട്ടോ എടുക്കാം. ഇത് ഫുള്ള് അച്ചാറിൻ്റെ ഒരു സെക്ഷൻ ആയിരുന്നു കേട്ടോ. വേണമെന്നില്ല ബ്രോ വായി. ഇത് ഫുള്ള് ഫോണിൻ്റെ കവറൊക്കെ കേട്ടോ. അവിടെ പിടിക്കുന്നെടി. പിന്നെ ഈ വശം നോക്കണ്ട, കാരണം കുട്ടികളുടെ ഫുള്ള് കളിപ്പാട്ടമൊക്കെയാണേ. കാർത്തി അതൊക്കെ നോക്കിയിരിക്കും കേട്ടോ. ഇതൊക്കെ പല വെറൈറ്റി ആയിട്ടുള്ള ചീപ്പൊക്കെ ഉണ്ട്. ഇവിടെ കത്തിയും ബാത്റൂം അങ്ങനെ കുറേ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. തീർന്ന കേസ് ഫുള്ള് കളിപ്പാട്ടമാണ്. ഇവനെ പിടിച്ചേ, അടുത്ത ഇവനെ പിടിച്ചു. എൻ്റെ നോട്ടമൊക്കെ ഒന്ന് എടുക്കട്ടെ. കേസ് ചെറുക്കനതൊക്കെ നോക്കിയിരിക്കുവാണേ. അതിനിപ്പണ്ട് ആ പന്തയല്ല നോക്കുന്നേ. ഫുള്ള് കളിപ്പാട്ടം. ഇതിനകത്തൂടെ കയറി കഴിഞ്ഞാൽ പിള്ളേരുടെ കണ്ണ് കെട്ടിയിട്ട് വേണം കയറാൻ, അല്ലെങ്കിൽ പണി വാളും കേസ്. ഓക്കെ
കിളി പോയിരിക്കും കേട്ടോ, എല്ലാം നോക്കുന്നുണ്ട്. ഗൈസ്, അപ്പോൾ ഇതാണ് കളിപ്പാട്ടത്തിൻ്റെ സെക്ഷൻ. പിന്നെ ഇവിടെ ആണെങ്കിൽ അലുവയാണ്. ഓക്കെ, പിന്നെ ഇവിടെ പിന്നെ ഫുള്ള് പച്ചക്കറിയുടെ വിത്തുകളാണ് കേട്ടോ. പച്ചക്കറിയുടെ വിത്തൊക്കെയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ അടുത്ത സ്ഥലത്തോട്ട് കയറുവാണേ. ഗൈസ്, ഇത് ഫുള്ള് കഴിക്കാനുള്ള സെറ്റപ്പ് കേട്ടോ. എന്താടാ അടുത്തേ. അപ്പോൾ മച്ചാമാരെ, അങ്ങനെ നമ്മൾ കുറേ റീൽസ് ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ നേരെ പത്തനംതിട്ടയിൽ താജ്മഹലിലൊക്കെ കയറിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, നമുക്ക് എന്നും പോലെ അറിയാലോ, നമുക്ക് ആ ഒരു ഫിഷിങ്ങിൻ്റെ ആ ഒരു കുളമൊക്കെയാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇഷ്ടംപോലെ മീനൊക്കെ കാണാൻ വരാൻ പറ്റി. അപ്പോൾ എന്തായാലും അതിൻ്റെ അകത്ത് ഞാൻ ഉദ്ദേശിച്ച പോയിട്ട് വലിയ ഗുമ്മായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ അവിടെ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ മച്ചാമാരെ, ഇതിനേക്കാളും കിട്ടായിട്ടുള്ളൊരു വിഷു വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. അടുത്തൊരു കിട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഓക്കെ, ബൈ.